പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പഴയ നിയമവും പുതിയ നിയമവും ഇന്നത്തെ സുവിശേഷവും ഒക്കെയായിട്ട് നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് തറഞ്ഞു കയറുന്നൊരു കാര്യം ഞങ്ങൾ അതിന് സാക്ഷികളാണെന്നുള്ളതാണ്. മരിച്ചുയർത്തെഴുന്നേറ്റവന് മരണത്തെ തോൽപ്പിക്കാൻ കഴിയാത്ത ദൈവത്തെ കണ്ടതിന് ഞങ്ങൾ സാക്ഷികളാണെന്നുള്ളതാണ് ഇന്നത്തെ ഞായറാഴ്ച നമ്മളോട് പറഞ്ഞു തരണേ. വെറുതെ അല്ല ഇവർക്ക് ഇത്ര ശക്തി കിട്ടിയത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവും സാക്ഷ്യവുമായിട്ട് അവനെ കണ്ടവരുടെ ജീവിതത്തിൻ്റെ വിളിച്ചു പറയലുകൾ നമ്മൾ കാണും. ഒന്നാമത്തെ വായനയിൽ കർത്താവ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന കർത്താവിനെ കാണുന്നതിനെ കുറിച്ച് ദാവീദ് പറയുന്നതിനെ കുറിച്ച് പൗലോസ്ലീഹ പറയും, പത്രോസ്ലീഹ പറയും, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുൻപിൽ ദർശിച്ചിരുന്നു, ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്. ദാവീദ് പറയണതാ, കർത്താവിനെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന്. ഇങ്ങനെ കാണുന്ന മനുഷ്യരുടെ ശക്തിയാണ് നമ്മളിന്ന് പറയണത്. അവനെ ദർശിച്ചവരുടെ ശക്തിയാണ്. കർത്താവിനെ ജീവനോടുകൂടെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട കർത്താവിനെ ഉദ്ധാനം ചെയ്തവനെ കണ്ടവരുടെ കരുത്തിനെ കുറിച്ചാണ് പറയണത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുൻപിൽ ദർശിച്ചിരുന്നു, ഞാൻ പതറിപ്പോവാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ട്, എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും, എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. ഇങ്ങനെ അങ്ങനെ ജീവനുള്ള ദൈവത്തെ കർത്താവിനെ കണ്ട ദാവീദിനെ കുറിച്ച് പറഞ്ഞ് പത്രോസ്ലീഹ അവസാനം എത്തിച്ചേരുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ ശരീരം ജീർണിക്കാനിടയായതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ്. കർത്താവിനെ ദൈവം ഉയർപ്പിച്ചു എന്നുള്ളതിന് ഞങ്ങൾ സാക്ഷികളാണ്. സുവിശേഷത്തിലേക്കൊന്ന് ചെല്ല്. നമ്മൾ അവിടെ കാണുന്നത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കർത്താവനുഭവമാണ്. ഇങ്ങനെ ഈശോയെ കണ്ടുമുട്ടുന്ന അനുഭവമാണ്. അതെല്ലാം കഴിഞ്ഞ് അവസാനത്തിൽ ചെല്ലണം, കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 11 പേരോടുകൂടെ ജെറുസലേമിലേക്ക് ചെന്നപ്പോൾ 11 പേരോടുകൂടെ മറ്റു ശിഷ്യന്മാരെയൊക്കെ ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ കാണുന്നുണ്ട്. അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരും വിവരിച്ചു. ഇനി കഥ മാറും. കാരണം ഇത്രയും നാള് ഭയപ്പെട്ടിരുന്ന മനുഷ്യര് ഞങ്ങളുടെ ദൈവത്തെ കണ്ടിട്ടുണ്ട്. കർത്താവിനെ കണ്ടുമുട്ടിയവരുടെ ബലമുണ്ട്. ഈശോ ഇങ്ങനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന രാത്രിയിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുന്നത് കണ്ടതായിട്ട് ആരുമില്ല, ഒരാളുമില്ല. അത് സത്യമായിട്ടുള്ള കാര്യം. നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചിട്ടുള്ളത്, അവൻ കല്ലറ പൊട്ടിച്ചുയർത്തെഴുന്നേൽക്കുന്നത് ഒരാളും കണ്ടിട്ടില്ല. അത് ഇങ്ങനെ പൊട്ടിച്ചുയർത്തെഴുന്ന കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരച്ചന്മാരൊക്കെയൊക്കെ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ പറയായിരുന്നു, ഇങ്ങനെ ഈ കർത്താവ് ഇത്ര ഒച്ചപ്പാടുണ്ടാക്കിയാണോ ഉയർത്തെഴുന്നേറ്റത്? നമ്മുടെ പള്ളികളിൽ നടക്കുന്നത് പോലെ അത്രയും ഡ്രമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഗുണ്ടുപൊട്ടിച്ചും ഈ പടയാളികൾ ഇങ്ങനെ തെറിച്ചു വീണും അങ്ങനെ ഒന്നും ആയിരുന്നല്ല സുവിശേഷം വിവരിക്കുന്ന അനുസരിച്ച്. കാരണം പടയാളികൾ ഉറക്കമായിരുന്നു. ഈ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യര് അറിയുക പോലും ചെയ്യാതെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയതാണ്. ഇങ്ങനെ അവൻ ഉയർത്തെഴുന്നേറ്റത് ഒരാളും കണ്ടിട്ടില്ല. ഈ പടയാളികളടക്കം ആരും കണ്ടിട്ടില്ല, ഒരാളും. പക്ഷേ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടവർ ഒരുപാട് പേര് ആ കാലത്ത് ഇങ്ങനെ ജീവിച്ചിരുന്നു. ഒരുപാട് പേരുടെ മുൻപിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടെന്ന് പൗലോസ്ലീഹ പിന്നെ പറയുന്നുണ്ട്. അവസാനം അകാലജാതനായ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി എന്നൊക്കെ ആദ്യം കേപ്പായിക്കും 11 ശിഷ്യന്മാർക്കും അവിടുന്ന് പ്രത്യക്ഷനായി, അവസാനം അകാലജാതനെ കണക്ക് എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി എന്നൊക്കെ പൗലോസ്ലീഹ വിളിച്ചു പറയുമ്പോൾ ആലോചിച്ച് നോക്കണം. ഇത്രയും നാള് ഈശോ എന്നുള്ള നാമം പറയുന്നവരെ, വിശ്വസിക്കുന്നവരെയൊക്കെ കൊന്നുകളയാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരുന്ന ഒരാള് ഇപ്പോൾ ഈശോയെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള കാരണം അവനെ കണ്ടതുകൊണ്ടാണല്ലോ. ഈ മാറ്റമാണ്. ഈ മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇനി കർത്താവിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു നിൽക്കുന്ന പൗലോസ്ലീഹ. നിങ്ങൾ ഞങ്ങളെ കുരിശി തറച്ചോ, നിങ്ങൾ ഞങ്ങളെ കുന്തത്തി കുത്തിക്കോ, നിങ്ങൾ ഞങ്ങളെ തിളച്ച എണ്ണയിൽ മുക്കിക്കോ, നിങ്ങൾ ഞങ്ങളെ സിംഹങ്ങൾക്ക് ഇട്ടുകൊടുത്തോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിങ്ങനെ പുഞ്ചിരിയോടും ബലത്തോടും ബോധ്യത്തോടും കൂടെ നിൽക്കാനുള്ള കാരണം മരിച്ചുയർത്ത് ജീവനോടുകൂടി ഇരിക്കുന്ന ഒരു കർത്താവ് അവരുടെ കൂടെ അവർക്ക് ശക്തി പകർന്നുകൊണ്ട് അവരുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ ഒരു ദർശനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണേ, ഈ ഒരു ബോധ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണേ. മരിച്ചുയർത്ത, മരണത്തെയും തോൽപ്പിച്ചുയർത്ത കർത്താവിൻ്റെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന. ഈശോയെ ഞങ്ങൾക്ക് ആ ഒരു ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിക്കുക. അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി എന്ന് പറയണേ. ഉദ്ധാനം ചെയ്തവനെ കണ്ടുമുട്ടിയവരുടെ ജീവിതത്തിന് കിട്ടുന്ന തെളിച്ചത്തെക്കുറിച്ചാണ് പറയണേ. അവനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം നിങ്ങളെ ഭയപ്പെടുത്തില്ല. കാരണം മരണത്തെ പോലും തോൽപ്പിച്ചുയർത്ത കർത്താവ്, ജീവിക്കുന്നവനായ ദൈവം എന്നെ എത്രമാത്രം ബലപ്പെടുത്തുമെന്നറിയോ. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും. ഞെരുക്കങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട, അധൈര്യപ്പെടേണ്ട. കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇത്രയും നേരം മഗ്ദലേന പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ടുപോയി, അവർ കൊന്നുകളഞ്ഞതാന്നേ, എന്നിട്ട് കൊണ്ടുപോയിട്ട് അവർ അടക്കിയതാ. ഇപ്പം അടക്കിയ കർത്താവിനെ അവരെടുത്തുകൊണ്ട് എവിടെയോ മാറ്റി വെച്ചേക്കാം. അപ്പോഴും ഉയർപ്പിനെ കുറിച്ച് അവൾ ചിന്തിക്കണമില്ല, അവളുടെ സ്വപ്നങ്ങളിൽ പോലും ഇല്ല. കർത്താവ് പറയും, മറിയം, ഒറ്റ വാക്കിൽ, ഒറ്റ വിളിയിൽ ഇതുപോലെ മറിയത്തെ ഇതുപോലെ സംബോധന ചെയ്യുന്ന ഒരാളില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വിളി കേൾക്കുമ്പോൾ അവൾക്കറിയാം ഈശോ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെന്ന്. ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് തൻ്റെ മുൻപിൽ നിൽക്കണേന്ന്. അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന മഗ്ദലേന മറിയത്തിൻ്റെ മാറ്റം കാണണം. ഞാൻ എൻ്റെ കർത്താവിത ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളിങ്ങനെ എല്ലാവരോടും വിളിച്ചു പറയാനുള്ളൊരു ഓട്ടം നടത്തുന്നത് കാണും. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചതാണ്, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന നസ്രായനായ യേശു ക്രിസ്തുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. എന്തൊരു ബലത്തോടെ പത്രോസ്ലീഹ അത് പറയണേ, എന്തൊരു ബലത്തോടെയാ. കാരണം എന്തായിരിക്കും? ഞാൻ കണ്ടതാ. പിന്നെന്തിനാ അതിനകത്ത് പേടിക്കാനുള്ള? കർത്താവ് ഞങ്ങൾക്ക് ഈ ദർശനം തരണമേ. കർത്താവ് ഞങ്ങൾക്ക് അങ്ങയെ കാണാനുള്ള കൃപ തരണമേ. മരണത്തെയും തോൽപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ മഹിമ പ്രഭാവത്തെ ദർശിക്കാനുള്ള വിശുദ്ധിയും ഒരുക്കവും ഞങ്ങൾക്ക് തരണമേ. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സകല പ്രതിബന്ധങ്ങൾക്ക് മുകളിലായിട്ട് ഉയർത്തി നിൽക്കാൻ ഞങ്ങൾക്ക് അങ്ങയുടെ ദർശനം തരണമേ എന്നുള്ള പ്രാർത്ഥന ഈ ഞായറാഴ്ച നമ്മൾ കർത്താവിൻ്റെ തിരുമുൻപിൽ സമർപ്പിക്കുകയാണ്. അതിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ആശീർവദിക്കുന്ന തിരുവോസ്തിയിൽ ഈശോയെ അങ്ങയെ കാണാൻ ഞങ്ങൾക്ക് കൃപ തരണം. ഈ രാത്രിയിൽ ഈ ദൈവാനുഭവം ഉണ്ടാകാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കിട്ടുമെന്നേ, ഉറപ്പായിട്ടും കിട്ടും. ഈശോയെ കാണാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ഒന്ന് ദർശിക്കാൻ. അതെവിടെ ഏത് അകലത്തിൽ നിന്നാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിലും ഈ തിരുവോസ്തിയിൽ തമ്പുരാനെ കാണാൻ ഞങ്ങൾക്കൊരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. അത് ഏത് കാലത്താണെങ്കിലും എത്ര ദൂരത്താണെങ്കിലും ആ ശക്തി പുറപ്പെടുന്നുണ്ട്. കർത്താവെ, ഈ തിരുവോസ്തിയിൽ ജീവിക്കുന്നവനായ അങ്ങയെ ഞങ്ങൾ ഈ നിമിഷം, ഈ രാത്രിയിൽ ദർശിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് മുന്നിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാനെ നൊബിസ്കും ദോമിനെ എന്നൊരു പ്രാർത്ഥനയുണ്ട് മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക്. പകൽ അസ്തമിക്കാറായി, രാത്രി തുടങ്ങിക്കഴിഞ്ഞു. ഈ പകുതി വഴിയിൽ വിട്ടുപോകാതെ കർത്താവ് ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് കൂടെ വസിക്കണമേ. മാനെ നൊബിസ്കും ദോമിനെയും, മരിച്ചവരുടെ ഓർമ്മ പോലെ ഇങ്ങനെ മറഞ്ഞു പോകാതെ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നവനായി ഞങ്ങളോട് കൂടെ എന്നും വസിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. മാനെ നൊബിസ്കും ദോമിനെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യ
ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ